പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല ഹോസ്റ്റലിലിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ കാരണം അറിയോ ഈ കാരണം കുട്ടികളെല്ലാം ഹോസ്റ്റലിലിരിക്കുക വൈകുന്നേരം ഇവിടെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കുകയാണ് പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഞാൻ താമസിക്കുന്ന പത്തനംതിട്ട ചിറ്റാറ ഇവിടെ വന്ന് മോളെ കാണാൻ വേണ്ടിയിട്ട് വന്നത് അവിടെ ഇവിടെ ഗവൺമെന്റ് ഹോസ്റ്റലാണ് കണ്ടു മോളെ കണ്ടു ഞാനവിടെ കുറേ പ്രാവശ്യം പറഞ്ഞപ്പോൾ അവർ ഇടം തന്നു അങ്ങനെ പിന്നെ ഞാൻ അതിലേ വന്ന് കണ്ടായിരുന്നു കുഴപ്പമില്ല മോളെ കണ്ടു അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ തിരിച്ചിതിലേ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചിതേ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറയുന്നു അത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മോളെ കൊണ്ടാക്കിയിട്ടേ പറ്റൂ കുട്ടികളെല്ലാം ക്ലാസ്സിന് പോകാതെ ഇപ്പോൾ ഇരിക്കുകയാണ് നിൽക്ക് കുട്ടികളെല്ലാം ക്ലാസ്സിന് പോകാതെ അവിടെ ഇരിക്കുകയാണ് ഹോസ്റ്റലിൽ ഇവിടെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് ഹോസ്റ്റല് എൻ്റെ പേര് നിഷ നമ്മളെ വീട് തിരുവനന്തപുരം താമസം ഇപ്പം പത്തനംതിട്ടയാണ് ഞാൻ അവിടെ നിന്ന് വരുന്നതാണ് മോളെ കാണാൻ വേണ്ടി വന്നതും പിന്നെ ഒരു ബർത്തിലൊരു തിരുത്തലുണ്ടായിരുന്നു അപ്പോൾ അതും റെഡിയാക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നതാണ് കടന്നോട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു അതിലേ പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് നേരത്തെ ഒരു സാറ് നിന്നിട്ട് സാറ് പറഞ്ഞു അതിലേ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ പോയി ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും പറഞ്ഞു ചേച്ചി ഇതിലേ പോയിട്ട് ഈ ഗേറ്റ് കയറിയിട്ട് പുറകിൽ കൂടെ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്കും ആ ചൂടായ ആ സാറ് എനിക്ക് പേരറിയില്ല ഇപ്പം അവിടെ നിന്ന് പറഞ്ഞതാണ് ചൂടായെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇതിൽ കയറാൻ പറ്റത്തില്ല മര്യാദയ്ക്ക് പറഞ്ഞു എന്നിട്ട് കേൾക്കാതെ ഞാൻ പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞു എനിക്ക് ഈ വഴി പറഞ്ഞെന്നെങ്കിൽ ഞാൻ അതിലേ പോകത്തില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇത്തിരി ചൂടായി സാറ് പേരറിയില്ല എനിക്ക് കണ്ടാ അറിയാം മോളെ പോയി കണ്ട് ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം ഓക്കെ താങ്ക് യു സാർ അപ്പൊ അതിലേ ഇരിക്കാം ഞാൻ അതിലേ ഇരിക്കാം അതല്ല പറഞ്ഞ കയറിയിട്ടിരിക്കാൻ വയ്ക്കാന്നുള്ളത്.